വാ. ഇന്ന് വസന്ത പഞ്ചമിയും പൗർണമിയും ഒരുമിച്ച് വരുന്ന ശുഭദിന. കുഞ്ഞിനെയും കൊണ്ട് തറവാട്ടിലേക്ക് വന്നു കയറാൻ പറ്റിയ ദിവസം. മേപ്പാടൻ തിരുമേനി ഗണിച്ചതിന് പ്രകാരം എന്തുകൊണ്ടും അത്യുത്തമ. ഈ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, ആമി മോളെ പറിച്ചു വെച്ചതുപോലുണ്ട്. ആ നിറവും വലിയ കണ്ണും, എന്തിന് ആ ചിരി പോലും അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒന്നുമല്ല, എന്റെ മോൾക്ക് ദത്തേട്ടന്റെ മുഖച്ചായ. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആദ്യം ഗൃഹപ്രവേശ ചടങ്ങ് നടക്കട്ടെ. ഗോമതി, വേഗം ആരതി എടുത്തോണ്ട് വരും. ശരി. എന്നാലും ആദിക്കുട്ട, നീ ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞിന് അച്ഛന്റെ ചായയാണോ അമ്മയുടെ ചായയാണോ? എന്താടാ നീ എന്തിനാ അവളെ നോക്കുന്ന? നിനക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലേ? അല്ല, അങ്ങനെ ചോദിച്ചാ എന്താ ഇത്? നമ്മൾ വന്ന് കയറിയല്ലേ ഉള്ളൂ. ചായം കാപ്പിയൊക്കെ തീരുമാനിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ച പോലീസൊന്നും പിടിക്കില്ലല്ലോ. പിന്നെ ഇവിടെ പിടിക്കാൻ ആകെ ഒരു പോലീസല്ലേ ഉള്ളൂ. ആ പോലീസ് ആണെങ്കിൽ ആമി മോളുടെ സ്വന്തവും അല്ലേ ദത്തൻ സാറേ? നിന്നോട് ആരാ ഇപ്പൊ ഇവിടെ അഭിപ്രായം ചോദിച്ചേ? ആരതി എടുത്തോണ്ട് വരാൻ പറഞ്ഞ അത് മാത്രം ചെയ്താ പോരെ? ഓ ഉത്തരവേ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഇപ്പോഴോ? ഇപ്പോഴല്ലേ വേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങല്ലേ നടക്കുന്നത്. എന്റെ കുഞ്ഞ് എന്റെ കയ്യിലല്ലേ ഇരിക്കണ്ടേ? മര്യാദക്ക് എന്റെ കുഞ്ഞിനെ വാങ്ങിച്ച. ഞാൻ പറയണതാന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നാ പിന്നെ കുഞ്ഞും അമ്മയും കൂടെ ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാട്ടെ. ആമിക്കുട്ടി, വലതുകാല് വെച്ച് കയറിക്കോ. കുഞ്ഞിനെ ഇങ്ങ് തരുമോ? എന്താ? അല്ല, കുറച്ചേരം ഞാൻ കുഞ്ഞിനെ എടുത്തോളാം. ഓ വേണ്ട, തൽക്കാലം അതിനുള്ള ആരോഗ്യം അതിന്റെ അമ്മയ്ക്കുണ്ട്. എന്താ മോളെ ഇത്? ഇത് ചെമ്പകശ്ശേരിയിലെ കുട്ടിയല്ലേ? നമ്മളെല്ലാവരും ഇതിന്റെ അമ്മമാരാ. ഓ, അത്രയ്ക്ക് വല്ല വിശാല വീക്ഷണമൊന്നും എനിക്കില്ല മുത്തശ്ശി. ഇതിനെ പ്രസവിച്ച അമ്മ ഞാനാ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കൈമാറാൻ എനിക്ക് ബുദ്ധിമുട്ടാ. ആർക്കെങ്കിലും അല്ലല്ലോ. പൂജമോള് നിന്റെ കൂടപ്പുറപ്പിന്റെ ഭാര്യയല്ലേ? അന്യാണോ? ആരായാലും കൊള്ളാം. എന്റെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറുന്നത് എനിക്കിഷ്ടല്ല. ദത്തേട്ടനിൽ ഇടപെടണ്ട. എന്റെ കുഞ്ഞിനെ ആർക്കും ഞാൻ കൊടുക്കില്ല. കൊടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. പൂജ എടുത്തോട്ടെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും പറയല്ലേ ആമിക്കുട്ടി. ദൈവം നിന്നിലൂടെ ഈ കുടുംബത്തിന് തന്ന സമ്മാനമല്ലേ ഈ കുഞ്ഞ്. കുഞ്ഞിന്റെ പേരിൽ അവകാശവാദം ഒന്നും പാടില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ഈ നേരത്ത് വേണ്ടത്. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ആവശ്യത്തിലേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലം ദൈവം എനിക്ക് തന്നത്. അതെ അതെ അതെ, ആമിമോളെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും സുന്ദരിയായ ഒരു മോളെ ആമിമോൾക്ക് ദൈവം കയ്യിൽ വെച്ചു കൊടുത്തത്.
ആമിക്കുട്ടിക്ക് മാത്രമല്ല, മുത്തശ്ശി പറഞ്ഞ പോലെ ഈ തറവാട്ടിലെ മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാ ഈ കുഞ്ഞ്. ആ, ഒരു കാര്യം ചെയ്യും, എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഗൃഹപ്രവേശനത്തില് കുഞ്ഞിനെ ഞാനെടുക്കാം. എന്താ മുത്തശ്ശി, അച്ചടുത്ത കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പാ? അത് ഇരട്ടി മധുരമല്ലേ? ആ, കൊടുക്കും. ഇതാ. ഓ, വാ വാ വാ, അച്ഛൻ്റെ മോളൂ, കരയില്ലേ? ഓ, ആ ആ ആ ഓ ഓ ഓ ഓ ഓ ആ ആ ആ ആ, നമുക്ക് വീട്ടിൽ കയറാലോ. ഓ മുളുസേ, ദത്ത, ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ, മോഹങ്ങളെല്ലാം തൂമഞ്ഞു പോലെ മായുന്ന നേരം തളരുന്നുവോ, കണ്ണീരിലെന്നും നനയും നിൻ മനസ്സ് തിരിനീട്ടി കേറി വാ മക്കളെ, വാ. തുടരുമി തപസ് കാണാനിലാവിൽ വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ. വലിയ ഉപകാരം. മോന്റെ പേരെന്തുവാ? പ്രവീൺ. നല്ല പേര്. ഞാനേ പരശുരാമൻ. പരശുരാമൻ. സ്നേഹമുള്ളവർ പരശുമാമൻ എന്ന് വിളിക്കും, അതില്ലാത്തവർ ചീത്ത വിളിക്കും. ശരി മോൻ, കാണും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ ശരി, ആയിക്കോട്ടെ. പാവം, നല്ല പയ്യൻ. പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകാതിരിക്കട്ടെ.